ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്താണ് എന്നുള്ളൊരു റീഡിംഗ് ആണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം എന്ത് പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. കിങ് ഓഫ് സോർഡ്സ്, എംപറർ, ത്രീ ഓഫ് വാണ്ട്സ്, ഫോൾ, ടെൻ ഓഫ് വാണ്ട്സ്, നയൻ ഓഫ് പെന്റക്കിൾസ്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു മാറ്റം, ഇത്രയും കാലം നിങ്ങൾ വികാരങ്ങൾ മാത്രം നോക്കി തീരുമാനങ്ങൾ എടുക്കുന്ന, അതായത് വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുന്ന ഒരു വ്യക്തി ആയിരുന്നുവെങ്കിൽ ഇനി മുന്നോട്ട് നിങ്ങൾ ആ ഒരു രീതി മാറ്റിവെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ഒരു ഒരു യുക്തിക്കനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഒരവസ്ഥയിൽ എത്തുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് മുന്നോട്ട് പോകുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൂടുതൽ പ്രാധാന്യമൊക്കെ ജീവിതത്തിൽ നൽകിയൊരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കിവിടെ ഒരു എംപറർ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു എനർജിയിലോട്ട് നിങ്ങൾ മാറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഇത്രയും കാലം മറ്റുള്ളവരാണ് നിങ്ങളെ നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ അത് നിങ്ങൾ മാറ്റി നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു നിയന്ത്രണം നിങ്ങളുടെ സ്വന്തം കൈകളിൽ എടുക്കുന്ന ഒരു എനർജി കിട്ടുന്നുണ്ട്. അതായത് ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു നിയന്ത്രണം നിങ്ങൾ മറ്റുള്ളവരുടെ കൈകളിൽ ഏൽപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അവരാണ് ഇത്രയും കാലം നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നതായിട്ട് കാണിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾ ഇതുവരെ മുൻപ് ആരൊക്കെയാണോ നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് അവരെയൊക്കെ നിങ്ങളൊന്ന് മാറ്റി നിർത്തി സ്വയം നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു ത്രീ ഓഫ് വാണ്ട്സ് കിട്ടുന്നുണ്ട്. ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ചിന്തകൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് മുന്നോട്ട് എങ്ങനെ പോകണം, ഇനി എന്തൊക്കെയാണ് ഞാൻ ജീവിതത്തിൽ ചേർത്ത് നിർത്തേണ്ടത്, എന്തൊക്കെയാണ് ഞാൻ എന്നിൽ നിന്ന് മാറ്റേണ്ടത് എന്നൊക്കെയുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു യാത്ര അത് ഉടനെ തന്നെ ഈ ഒരു വർഷത്തിനകം തന്നെ ഒരു യാത്ര നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായ തീരുമാനത്തോടു കൂടി നിങ്ങൾ ചില സാഹചര്യങ്ങൾ വിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് കാണിക്കുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കാം. അതല്ലാന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ജോബുമായി ബന്ധപ്പെട്ട് പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു ജോബ് നോക്കുന്നതായിരിക്കാം. ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഫുൾ കാർഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങൾ കുറച്ച് അതായത് ഒരു മുന്നോട്ട് പോകുവാൻ, അതായത് തനിച്ച് മുന്നോട്ട് പോകാൻ ഭയമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതല്ലെങ്കിൽ റിസ്ക് എടുക്കുവാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു വ്യക്തിയായിരുന്നു. അതായത് ഞാൻ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്നെ കൊണ്ട് അതിന് കഴിയുമോ, അതല്ലെങ്കിൽ എനിക്ക് അതിൽ സക്സസ് ആകാൻ കഴിയുമോ എന്നൊക്കെയുള്ള ഒരുപാട് ചിന്തകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് നിങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ ഞാൻ മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചിന്തയിൽ പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങളാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നത്. അത് കൂടാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇവിടെ ചില ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറ്റുള്ള വ്യക്തികളുടെ ഭാരം കൂടി ചുമലിലേറ്റി നടന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അതൊക്കെ നിങ്ങളൊന്ന് മാറ്റി വെച്ച് ഇനി എനിക്ക് ഇതിനൊന്നും കഴിയില്ല, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഒരുമിച്ച് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അത് തന്നെ നിങ്ങളുടെ വലിയൊരു വിജയമായിട്ട് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടായ വലിയൊരു വിജയമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ നിലത്ത് വെക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്.
നിലത്ത് വെച്ചതിന് ശേഷം നിങ്ങൾ ഇവിടെ മുന്നോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്ത ഈ ഒരു കാര്യങ്ങൾ നിലത്ത് വെച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങൾ എത്താൻ പോകുന്നത് ഈ ഒരു എനർജിയിലോട്ടാണ്. നമുക്ക് ഒരു 9 ഓഫ് പെന്റക്കിൾസ് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരു സ്വതന്ത്രം ആകുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ആരെയും ആശ്രയിക്കാതെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് പുതിയൊരു തുടക്കം, കരിയറിലൊക്കെ ഒരു പുതിയ തുടക്കം കാണിക്കുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് ഇത്രയും കാലം ഒരു സാമ്പത്തിക സ്ഥിരതയൊന്നും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്ഥിരതയൊക്കെ വരുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് ഇത്രയും സമയം നിങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തോടും അതായത് അവർ തരുന്ന ഒരു സഹായത്തോടു കൂടി, ഒരു സപ്പോർട്ടോടു കൂടി മാത്രം മുന്നോട്ട് പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇനി അതൊക്കെ മാറി ധനപരമായിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു വലിയ രീതിയിലുള്ള ഒരു നേട്ടം, ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരവസ്ഥ, ആ ഒരു രീതിയിലോട്ട് നിങ്ങൾ ചെന്നെത്തുന്നതായിട്ടും മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുന്നതായിട്ടും നിങ്ങളെ വളരെയധികം ഒരു അത്ഭുതത്തോടെ നോക്കി കാണുന്നതായിട്ടും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉടൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരുപാട് മാറ്റങ്ങൾ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ. താങ്ക് യു.